14 ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ്, 14 ജില്ലകളിലെ പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുക്കേണ്ടത്. നിങ്ങൾ 14 ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാരോട് ചോദിക്കൂ, ഒരാളെങ്കിലും ക്യാമ്പിൽ വയനാട് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ വാർത്ത കൊടുത്തുള്ള സ്റ്റേറ്റ്മെന്റ് ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾക്ക് ഇതിന്റെ കണക്കാണ് വിഷയമെങ്കിൽ ഞങ്ങൾ ആ പോസ്റ്ററിൽ കൊടുത്തിരുന്ന അക്കൗണ്ടാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അക്കൗണ്ടാണ്. അപ്പോ അങ്ങ് കൈരളിയുടെ മാധ്യമപ്രവർത്തകനാണെന്ന്. അപ്പോൾ ഇത് ബാങ്ക് സ്റ്റേറ്റ്മെന്റാണ്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അങ്ങേക്ക് പരിശോധിക്കാം. അതായത് ഈ ഫണ്ട് കളക്ഷൻ ആരംഭിച്ച ദിവസം തൊട്ട് ഇന്നത്തെ ദിവസം വരെ 1 രൂപ ഈ അക്കൗണ്ടിൽ നിന്ന് 1 രൂപ, ഒരുപാട് വേണ്ട, മുഖ്യമാണല്ലോ ഈ സൈബർ സ്പേസിലുള്ള ആളുകളും ചില ഉത്തരവാദിത്തപ്പെട്ട MLA-മാരും പറയുന്നത്, 1 രൂപ ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചു എന്ന് തെളിയിച്ചാൽ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൈരളിയുടെ മാധ്യമപ്രവർത്തനം അങ്ങേക്ക് തരാം, 1 രൂപ പിൻവലിച്ചു എന്ന് തെളിയിച്ചാൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എന്ന് പറയുന്ന പദവി ഇപ്പൊ രാജിവെച്ചിട്ട് അങ്ങേക്ക് കത്ത് തരാം. അത് അങ്ങേക്ക് ഫ്ലാഷ് ന്യൂസ് ആയിട്ട് കൊടുക്കാനുള്ള സാഹചര്യം. ബാങ്ക് അറിയാതെ എന്തായാലും വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങൾ കരുവന്നൂർ ഭരണസമിതി ഒന്നുമല്ലല്ലോ ബാങ്ക് അറിയാതെ പണം എടുക്കാനായിട്ട്. അതെന്തായാലും ഞങ്ങളെ കൊണ്ട് കഴിയില്ല. മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെ ഉണ്ടോ? നിങ്ങൾ തെളിയിച്ചോ. ഓപ്പൺ ചലഞ്ച് അല്ല. ഈ വാർത്ത കൊടുത്ത എല്ലാ സ്നേഹിതന്മാരോടും ചോദിക്കുകയാണ്.